ഇന്ന് നമ്മൾ ഒരു കക്കറച്ചിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണയാണ്. അപ്പം ഞാൻ ഒരു അത്യാവശ്യം ഇത്തിരി വെളിച്ചെണ്ണ ഉണ്ടെങ്കിലൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളൂ. ഒരു 2.5 സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെയാണ് അതിട്ടു. വീഡിയോ കട്ടായിപ്പോയി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി മാത്രമേ ഇടുള്ളൂ, വെളുത്തുള്ളി ഒന്നും ഇടില്ല. തക്കാളി ഇടില്ല, വെളുത്തുള്ളി ഇടില്ല. തക്കാളിക്ക് ഇട്ട് കഴിഞ്ഞൊരു പുളി മധുര ടേസ്റ്റൊക്കെ ഉണ്ടാവും സവാളയും കൂടി ആകുമ്പോൾ. അതിപ്പോൾ അത് കാരണം വേഗം കഴിയും ചെയ്യും നമ്മുടെ ഈ റെസിപ്പി. 1.5 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നതിൽ. അതൊരു 2 സ്പൂണോളം 2 സ്പൂണോളം, 1 സ്പൂണല്ല, ഒരു 3/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഗരം മസാലയും കൂടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് 1 സ്പൂൺ. പിന്നെ ഇറക്കാൻ നേരത്താണ് ഞാൻ ഇട്ട് കൊടുക്കുക. പിന്നെ കക്കറി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നാലാണ് ഇത് കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഓരെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കക്ക ഇട്ട് കൊടുക്കണേ. ചെറിയ കക്കയുടെ ടേസ്റ്റ് കൂടുന്നാണ് പറയുന്നത് ഇത് പറഞ്ഞത്. സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയ സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം. തേക്ക് വെച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്ത്. അത് നമ്മൾ ഒരു 2 പിടി തേങ്ങാക്കൊത്താണ് ഇടുന്നത്. തേങ്ങാക്കൊത്തും കൂടി ഇതിൽ കിടന്ന്, പിന്നെ എരിവും ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് വറ്റി വന്ന് ഫ്രൈ ആകുമ്പോൾ നോക്കിയിട്ടിടാം. ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു. എനിക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്, കറികളിൽ കൂടുതലുള്ള ഒരാളാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. നാടൻ കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, മേടിക്കുന്നൊന്നല്ല. അപ്പം ലാവിഷായിട്ട് നമുക്ക് ഇടാം. അതായത് കുരുമുളക് ലേശം കൂടി കുറവുണ്ട്. എനിക്ക് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. അപ്പോൾ 2 സ്പൂണല്ല ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നിറച്ച് 1 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു, 1 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. കാരണം ഇത് നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ അത്യാവശ്യം വേണം. കുറച്ചെണ്ണ ഒഴിക്കണുള്ളൂ. 1/4 സ്പൂൺ എപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. നേരത്തെ മൊത്തം ഒരു 4 സ്പൂൺ 4.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. കാരണം ടേസ്റ്റും ഉണ്ടായിക്കോട്ടെ. ടേസ്റ്റും വല്ലപ്പോഴൊക്കെയല്ലേ കഴിക്കണുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നമ്മളെന്നും ഇങ്ങനത്തെ ഫ്രൈ ഒക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് കൊളസ്ട്രോളൊക്കെ കൂടുക. ഇത് വല്ലപ്പോഴല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് കക്ക റെഡി വന്നിട്ടുണ്ട്.